ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇച്ചിരി നാളായില്ലേ വീഡിയോ ഇട്ടിട്ട്. സത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി, കാരണം കുഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവൻ്റെ കൂടെയാണ്. പിന്നെ ഇടയ്ക്കും മഴ മാറി മഞ്ഞുകാലം വന്നപ്പോഴത്തേക്ക് അസുഖങ്ങളാണ്, പനി അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. പിന്നെ ഒരു ചെറിയൊരു പരിഭവമൊന്നും പറയാം, കാരണം ആരും ഒന്നും കമൻറ്റ് ചെയ്യില്ല. ഞാനെല്ലാം വൺ വേ ആണ് വീഡിയോസ് ഇടണു, നിങ്ങൾ കാണുന്നു, ഇഷ്ടപ്പെടുന്നില്ലേ ഒന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കൊരു ടൈം പാസിന് ഒന്ന് ലൈവായിട്ടിരിക്കാനാണ് ഇതിടുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു വിഷമം. അപ്പം പിന്നെ റിസ്ക് എടുത്ത് ഉറക്കൊഴിഞ്ഞൊന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അങ്ങ് മടിക്കും. അങ്ങനെയും കൂടെയാണ് ഇടാതെ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ. അപ്പോഴേ നമുക്ക് ഇടാനൊരു മോട്ടിവേഷൻ കാണും. അപ്പോൾ എന്താണ് ഇത്, ഇവനെ മൂത്താൾക്ക് പനിയായിട്ട് ഇരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പനിക്ക് മരുന്ന് വാങ്ങാൻ പോയി. ഫുഡ് കഴിക്കാത്ത കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കരിക്ക് വാങ്ങിക്കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ കരിക്ക് വാങ്ങാൻ പോയ ഞങ്ങൾ വഴി തെറ്റിച്ചെന്ന് പെട്ടത് എവിടെയാണ്, MRA ഹോട്ടലിൽ. അവിടെ പോയിട്ട് ഒന്നും കഴിക്കാത്തവർ ജങ്കെങ്കിൽ ജങ്ക് എന്തെങ്കിലും കഴിക്കട്ടെന്ന് പറഞ്ഞിട്ട് പിസ്സ, പിന്നെ എന്തോന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ പനിക്കാരത് കഴിച്ചുമില്ല, എനിക്കത് പണിയുമായി. അതാണ് ഈ ഒരു വീഡിയോ. പാവം മാധുക്കുട്ടൻ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. കാരണം തലേദിവസം അവന് ഉറക്കം റെഗുലർ ആകുന്നില്ല. ചേട്ടയിടയ്ക്ക് ഉണർന്ന് പിണങ്ങിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ അവനും ഡിസ്റ്റർബായി, അവനും ഉറക്കം ശരിയാണില്ല. അങ്ങനെ ധനിച്ചിരിക്കുന്നുണ്ട വീഡിയോയിൽ നോക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഭയങ്കര മടിയാണ് വലുതായപ്പോഴത്തേക്കും. പിന്നെ കളിയാക്കുകയാണ്, അമ്മ സൈക്കോണോ എന്തിന് വീഡിയോ എടുക്കണം, അവനതൊക്കെ ചമ്മലാണ് കേട്ടോ. ഞാൻ പിന്നെ വെറുതെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ആവശ്യമുള്ള എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിച്ചു, എന്നെ വിളിക്കില്ല, എനിക്കിഷ്ടമില്ല ഈ ഫാസ്റ്റ് ഫുഡൊന്നും. നല്ല തട്ട് ദോശ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഓക്കെ. അങ്ങനെ എന്തായാലും ചെന്ന് പെട്ടല്ലോ. അപ്പോൾ പിന്നെ റൈസൊന്നും ഞാൻ പാഴ്സലാക്കി, അമ്മയ്ക്കുള്ളതും ഈവന് ഞാൻ ഓർഡർ ചെയ്ത്, എന്നിട്ട് അവൻ ബാക്കിയാക്കിയ പിസ്സയൊക്കെ എനിക്ക് കഴിക്കേണ്ടിയും വന്നു. എല്ലാം കഴിഞ്ഞിറങ്ങാൻ സമയപ്പോൾ മാധു ഉണർന്നു. കോമഡി ഏതെന്നറിയോ, ബില്ല് പേ ചെയ്യാൻ പോയപ്പോൾ കാർഡ് വർക്കിംഗ് അല്ല, എന്തോ എറർ കാണിച്ചിട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് ബില്ല് പേ ചെയ്തു. തിരിച്ച് വരുന്നപ്പോഴത്തേക്കും ഓട്ടോ കാശേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തില്ല, കരിക്ക് വാങ്ങാൻ പറ്റിയില്ല. കരിക്കിൻ്റെ ഫ്രണ്ടിൽ കൂടി മിണ്ടാതെ പോരേണ്ട അവസ്ഥ വന്നു. അപ്പം ഞാൻ ഇതൊന്നും അല്ല പറയണത്, നമ്മൾ കുഞ്ഞുനാളിലെ പനിയൊക്കെ വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ ഒരു നീണ്ട ക്യൂ കാണും അല്ലേ. അവിടെ ഒരു മണമാണ് മരുന്നിൻ്റെയൊക്കെ, മുറിവിലിടുന്ന ഒരു നീല മരുന്ന്, പിന്നെ എന്തോ വയറുവേദനയ്ക്ക് എടുക്കണ ഒരു കുപ്പിയിലെ ചുവന്ന മരുന്ന്, പനിയുടെ മരുന്നിൻ്റെയൊക്കെ മണം. പിന്നെ നീണ്ട ക്യൂ, സൈഡിലിരിക്കാൻ ബെഞ്ചുണ്ട്, അന്ന് കസേരയൊന്നുമില്ല. ഇതെല്ലാം ക്യൂ നിന്ന് അങ്ങ് പോകുമ്പോഴത്തേക്കും മരുന്ന് തരും. പിന്നെ ഈ മരുന്ന് കഴിക്കാനുള്ള വിഷമം. പിന്നെ കഞ്ഞി, പൊടിയരിക്കഞ്ഞിയോ റേഷരി കഞ്ഞിയോ ഒക്കെ കാണും. ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലും. മിക്കവാറും ഒരു 1/4 ഗ്ലാസ്സൊക്കെ കുടിച്ച് നിർത്തിയിട്ട് നമ്മൾ ഉറങ്ങും, പനിച്ച് മൂടി കിടന്നുറങ്ങും അല്ലേ. പിന്നെന്താണ്, കൂടിപ്പോയ ഒരു പാർലേജിൻ്റെ വല്ല ബിസ്ക്കറ്റ്, അന്നൊക്കെ അതല്ലേ ഉള്ളൂ. ചിപ്സ് ഉപ്പേരി അങ്ങനെ കപ്പലിൻ്റെയും മിച്ചറ്, ലഡു, ജിലേബി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്കിങ്ങനെ വീടുകളിൽ കാണൂല, റെഗുലർ ആയിരിക്കില്ല. അയ്യോ, അപ്പോൾ പനി വരുമ്പോഴേ പേടിയാണ് കഞ്ഞി കുടിക്കണമല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത്രയും വലുതായപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ കഞ്ഞി. 3 നേരം തന്നാലും കുടിക്കും. അന്ന് പനിയായിരിക്കുന്ന സമയത്ത് നമുക്കത് കഞ്ഞി കുടിക്കുന്നതൊക്കെ മടിയാണ്. അപ്പോൾ അന്നത്തെ കാലവും ഇപ്പോഴത്തെ കാലമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. അപ്പോൾ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും കുഞ്ഞുങ്ങൾ പനിയായി വയ്യാണ്ടായി ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അമ്മമാർക്ക് വിഷമമാണ്, എങ്ങനെ എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ ഒരു മാറിയ കാലത്ത് നമ്മളിങ്ങനെയും ഒരു ഓപ്ഷൻ എടുക്കാൻ നോക്കുന്നത്, ഇതെങ്കിലും കഴിച്ചാൽ മതി, ട്രിപ്പ് ഇടുന്നതിനേക്കാളും നല്ലതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നാവിന് രുചിയില്ലാതെയും ത്രോട്ട് പ്രശ്നമൊക്കെ ആകുമ്പോഴത്തേക്കും അവരത് കഴിക്കാൻ മടി കാണിക്കും. നമ്മളെ മാധു ഉറങ്ങണമൊക്കെ പാവം, എൻ്റെ മക്കൾ അവിടുത്തെ ലൈവൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്തേ ഉറങ്ങിപ്പോയി. താങ്ക് യു.